Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റ് കൺസെപ്റ്റിലെ ചാപ്റ്റർ 3 ആണ് എടുക്കുന്നത്, പ്ലാനിങ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്തായാലും പഠിക്കുക. പ്ലാനിങ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് നിർത്താൻ സാധിക്കുന്നതല്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകുന്നു. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ and laying down the sequence of actions to accomplish the objectives. ഈ ഒരു പ്ലാനിങ്ങിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മൾ ഇനി എന്ത് ചെയ്യും, ഭാവിയിലേക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ, ആൻഡ് ലേയിങ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര പ്രവർത്തികൾ അല്ലെങ്കിൽ ആക്ഷൻസ് അവിടെ വേണം, അതിനെല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻറ്റ്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനുള്ള ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ചിന്തിച്ച് വെക്കുന്നതും ഭാവിയിലത്തെ ആ കാര്യം അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നതും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, ഒരു പാലം, അത് കണക്ട് ചെയ്തുകൊണ്ട് ആണ് പ്ലാനിങ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രൈമറി മാനേജ്മെൻറ്റ് ഫങ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഒരുപാട് ഡെഫിനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. According to H. Coons and Donald, planning is an intellectual process that concerns determination of the course of action and taking of decisions on purpose, knowledge and considered estimates. എപ്പോഴും പ്ലാനിങ് എന്ന് പറയുമ്പം അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബോധത്തോടു കൂടി നമ്മുടെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യുകയാണ്, അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് കൺസേൺഡ് വിത്ത് തിങ്കിങ് ബിഫോർ ഡൂയിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുക വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, ഹൗ ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എപ്പോഴാണ് ചെയ്യേണ്ടത്, ഹൂ ഈസ് ടു ഡു ഇറ്റ്, ആരാണത് ചെയ്യേണ്ടത്. അങ്ങനെ ഏതൊരു പ്രവൃത്തിയെ സംബന്ധിച്ചോളം നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ നേച്ചർ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം, ഇതെപ്പോഴും എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. എല്ലാ പ്ലാനിങ്ങും ചെയ്യപ്പെടുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുള്ളൂ, പ്ലാനിങ് നടത്താറുള്ളൂ. അപ്പോൾ അവിടെ ഒത്തിരി സ്റ്റെപ്സുകൾ ആവശ്യമാണ്. ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്യുക, പ്രോഗ്രാമുകൾ ചെയ്യുക, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കുക, ഇതെല്ലാം ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പ്ലാനിങ് എപ്പോഴും കഴിഞ്ഞൊരു കാര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇറ്റ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക്, എന്നും മുൻകൂട്ടി നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഫ്യൂച്ചറിസ്റ്റിക്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി തീരുമാനം എടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊരു എന്താ പറയുക, ഫോർകാസ്റ്റിംഗ് ആണ്, ബേസിസിൻ്റെ ഫോർകാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനം, ആദ്യത്തെ ഒരു ഫങ്ഷൻ തന്നെയാണ് ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എപ്പോഴും ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ മാനസികമായിട്ട് നമ്മൾ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ, പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, തിങ്കിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബൗദ്ധികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അത് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ പ്ലാൻ ചെയ്തു എന്ന് പറയില്ലല്ലോ, നമ്മൾ മനഃപൂർവ്വം തന്നെയാണല്ലോ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒരു ഫീച്ചർ അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി ഇതിൽ പറയുന്നത് ഈ പ്ലാനിങ് ഒരിക്കലും എന്തല്ല, ഒരു വട്ടം മാത്രം നമ്മൾ ജീവിതത്തിൽ പ്ലാൻ ചെയ്യാറുള്ളൂ, അല്ലല്ലോ. അതെപ്പോഴും അത് നമുക്ക് കൂടെ വേണ്ട ഒരു ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരിക്കൽ മാത്രമല്ല. ഒരു ഫേമിനെ സംബന്ധിച്ചോളം അത് തുടങ്ങാൻ വേണ്ടി മാത്രമല്ലോ പ്ലാനിങ്, അതിൻ്റെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റിയും അതിനനുസരിച്ചുള്ള എല്ലാ മോഡിഫിക്കേഷനും വരുത്താനൊക്കെ എപ്പോഴും ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഡൈനാമിക്. എന്താണ് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയില്ല ഫ്യൂച്ചർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അതുപോലെ സംഭവിക്കില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം, ചില മാറ്റങ്ങൾ അനിവാര്യമായിരിക്കാം. അതെല്ലാം ചില സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചാണ് പ്ലാനിങ് എപ്പോഴും
മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ഡൈനാമിക് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്ലാനിങ് ഈസ് പെർവാസീവ്. എന്താണ് പെർവാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലെവലിലും മാനേജ്മെൻറ്റിൻ്റെ നമുക്ക് പ്ലാനിങ് ആവശ്യമാണ്. ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ലോവർ ലെവൽ ആയിക്കോട്ടെ, എല്ലാ ലെവൽസിലും പ്ലാനിങ് എന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നു. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഹോൾ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ മാനേജേഴ്സ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നു. അപ്പോൾ പ്രോപ്പർ പ്ലാനിങ് എപ്പോഴും എല്ലാ ലെവൽസിലും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പെർവാസീവ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇനി പ്ലാൻ ചെയ്യുന്നത് എന്തിനും കൂടി വേണ്ടിയിട്ടാണ്? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷെ അതിൽ ഏറ്റവും ബെറ്റർ ഏതാണ് എന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്തെടുക്കുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഏറ്റവും നല്ലൊരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ കൂടി പ്ലാനിങ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്ലാനിങ് എപ്പോഴും എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. കാരണം നമ്മൾ ഒരിക്കൽ പ്ലാൻ ചെയ്താൽ ഒരു തരത്തിലത് മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മാറ്റാതെ മുന്നോട്ട് പോകുന്നത് എന്താണ്? നമുക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള റിസൾട്ട് തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും റിജിഡായിട്ടൊരു പ്ലാനിങ് അല്ല, നമുക്ക് സർക്കംസ്റ്റാൻസസിന് അനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാനിങ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്റീവ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഡൺ ബൈ ഇൻഡിവിജ്വൽ. ഒരിക്കലും ഒരു വ്യക്തിയല്ല ഒരു സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കൽ സാധ്യമല്ല. ഒരുപാട് അതിന് പോരായ്മകൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പാർട്ടിസിപ്പേറ്റീവ് നേച്ചർ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലാനിങ് നടത്തലാണ് എപ്പോഴും നല്ലത്. ഇറ്റ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്റീവ്. പല ആളുകൾക്കും പലതരത്തിലുള്ള ആശയങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊന്ന് സെലക്ട് ചെയ്യാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് എഫിഷ്യൻസി. ഓരോ പ്ലാനിങ്ങും ഡയറക്റ്റ് ചെയ്യുന്നത് എവിടേക്ക് തന്നെയാണ്? അതിൻ്റെ എത്രത്തോളം നമ്മുടെ സ്ഥാപനം കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് റിസൾട്ട് ഉണ്ടാകുന്നു, അതിൻ്റെ എഫിഷ്യൻസിനെ അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പ്ലാനിങ് ചൂണ്ടിക്കാണിക്കുന്നത് എവിടെ തന്നെയാണ്? അതിൻ്റെ എഫിഷ്യൻസി തന്നെയാണ്. ആൻഡ് പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. പ്ലാനിങ് എപ്പോഴും എന്താണ്? മുന്നോട്ടേക്കുള്ള നമ്മുടെ കാഴ്ച, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള തീരുമാനം എടുക്കാനാണ് നമ്മൾ സജ്ജമാക്കുന്നത്. സോ അതൊരു ഫോർവേഡ് ലുക്കിംഗ് പ്രോസസ്സാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്ലാനിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഒരു പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു ഒബ്ജക്റ്റീവ്സ്, ഒരു ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു എയിം ഒക്കെ ഉണ്ടായിരിക്കും. ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ ഓരോ വർഷത്തെയും അവരുടെ പ്രോഫിറ്റ് ഇത്ര കൂടണം, സെയിൽസ് ഇത്ര കൂടണം, അങ്ങനെ എന്തെങ്കിലും ഓരോ ലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാണ്ട് അവിടെ എന്ത് നടക്കില്ല? പ്ലാനിങ് നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നമുക്ക് പറയാനുള്ളത് എന്താ? പരീക്ഷകൾ വരുന്നു, നമ്മൾ ഓരോ സബ്ജക്റ്റിലും ഇത്ര മാർക്ക് വേണം, അത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് നന്നായി എക്സാം എഴുതുന്നത്. അപ്പോൾ അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, എയിം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി അതിന് ശേഷം രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രമിസസ്. പ്ലാനിങ് പ്രമിസസ് പറഞ്ഞാൽ കുറച്ച് അസംഷൻസ് ആണ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രമിസസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ പ്രമിസസും, രണ്ട് ഇൻറ്റേർണൽ പ്രമിസസും. എന്താണ് എക്സ്റ്റേണൽ പ്രമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള അതിൻ്റെ പൊളിറ്റിക്കലും സോഷ്യലും ടെക്നോളജിക്കലും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഗവൺമെൻറ് പോളിസികളും. അങ്ങനെ ഇൻറ്റേർണൽ പ്രമിസസ് എന്ന് പറയുമ്പം നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളാണ്. നമ്മുടെ ഇവിടെയുള്ള സെയിൽസ് ഫോഴ്സുകൾ, നിലവിലുള്ള പോളിസികൾ, പ്രോഗ്രാംസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ഫിലോസഫി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കൂടി നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെയാണ് ആ ഒരു പ്രമിസസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അസംഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നതും ഫോർകാസ്റ്റിങ്ങിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി അതിനെ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ മനസ്സിൽ ആ ഒരു സന്ദർഭത്തിനെ നോക്കിക്കാണുക. അതാണ് വിഷ്വലൈസേഷൻ ഓഫ് ഫ്യൂച്ചറിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, രണ്ടാമതൊരു പ്ലാനിങ് പ്രമിസസ് കൺസ്ട്രക്ട് ചെയ്തു, മൂന്നാമത് നമ്മൾ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിങ് ഓഫ് ഇൻഫർമേഷൻ. ഇനി ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? കുറേ കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ഡാറ്റകളാണോ, എന്തൊക്കെ ഇൻഫർമേഷനാണോ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് അതെല്ലാം കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിന് ശേഷം അതിനെയൊക്കെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പിന്നെ അതിന് ആ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് എന്ത് ചെയ്യണം? നമ്മളൊരു പ്രവൃത്തിയിലേക്ക് അതിനെ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് സോഴ്സിലൂടെ അല്ലെങ്കിൽ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഉപാധികൾ ഉണ്ടാവും, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ഷുഡ് ബി റെഡ്യൂസ് ടു മിനിമം ആൻഡ് ഓൺലി വയബിൾ ഓൾട്ടർനേറ്റീവ്സ് ആർ കൺസിഡർഡ് ഫോർ ഫൈനൽ സെലക്ഷൻ. നമ്മൾ ആദ്യം കുറേ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, പക്ഷേ എല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജും ഇതൊക്കെ നോക്കിയിട്ട് കുറച്ചെണ്ണത്തിനൊക്കെ കളയും, ബാക്കിയുള്ളതൊക്കെ എടുക്കും. അപ്പോഴും നമുക്ക് എല്ലാം ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കിട്ടുന്നതിൽ കൂടി നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഒരു ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് എത്തുന്നത്. അതിൻ്റെ 5ാമത്തെ പോയിന്റ് പറയുന്ന ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ടാവും. ഓരോ ഓൾട്ടർനേറ്റീവിനെയും നമ്മൾ എന്താ ചെയ്യുന്നത്? കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഏറ്റവും നല്ല ഇവാലുവേഷൻ കഴിഞ്ഞാൽ അതിലെ നമ്മുടെ ഒബ്ജക്റ്റീവിന് ഫിറ്റ് ആയത് അല്ലെങ്കിൽ അനുയോജ്യമായത് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി പ്രിപ്പറേഷൻ ഓഫ് സബ്സിഡിയറി പ്ലാൻ. ഒരു ബേസിക് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് പ്ലാനിങ് കൂടി നടത്തുന്നതാണ് പറയുന്നത്. അതിനെയാണ് സബ്സിഡിയറി പ്ലാൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ് ആണ്. അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ റിസൾട്ട്സ് നമ്മൾ എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സീക്വൻസ് ഓഫ് ആക്ഷനൊക്കെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചത്. കാരണം കൃത്യമായിട്ട് നമ്മൾ പോളിസികൾ ഫോമുലേറ്റ് ചെയ്തു, പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നു, ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തു, മെത്തേഡ്സ് യൂസ് ചെയ്തു, ബഡ്ജറ്റിങ്ങും നടത്തി. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നതിന് ശേഷം അത് നടപ്പിലാക്കിയതിന് ശേഷം അത് നിരന്തരമായിട്ട് അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഫോളോ അപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും? അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കതിന് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസും അവിടെ എടുക്കണം. ആ ഒരു തെറ്റ് തിരുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തേൽ പ്രധാനമായിട്ടും ഇവിടെ 2 മാർക്ക് ക്വസ്റ്റിനും 5 മാർക്ക് ക്വസ്റ്റിനും അല്ലെങ്കിൽ ഒരു എസ്സേ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ എന്താണ് പ്ലാനിങ്, മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോക്കിക്കോളുക. പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ഒക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു 10-12 പോയിന്റോളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ആലോചിക്കുക എന്നുള്ളതല്ല. അവിടെ 9 ഘട്ടങ്ങളായിട്ടാണ് അല്ലെങ്കിൽ 9 സ്റ്റെപ്പുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് പ്രമിസസ് കൺസ്ട്രക്ട് ചെയ്യുക. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രമിസസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഡാറ്റയൊക്കെ വേണ്ടത് കളക്ട് ചെയ്യുന്നു. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് ഇതേപോലെ കിട്ടാൻ ചാൻസ് ഉള്ള മറ്റുള്ള സോഴ്സുകളൊക്കെ നോക്കുക. അതിൽ നിന്ന് ആൾട്ടർനേറ്റീവ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നു. പിന്നെ സബ്സിഡിയറി പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, ആൻഡ് ലാസ്റ്റ് അസസ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ള ആളുകൾക്കൊക്കെ മാക്സിമം നിങ്ങളത് സെൻഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.